ഈ ഷവർമ്മ മിക്കവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. കേട്ടിട്ട് ഞെട്ടണ്ട, നമ്മുടെ ഷവർമ്മ തന്നെ. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാണ്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മധുസാറിന്റെ കണ്ണില് അത് ശവവർമ്മയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം. അതാണ് നിനക്കില്ലാത്തത്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. വേറെ ആരും ഷവർമ്മ കഴിക്കലില്ലല്ലോ. മൂപ്പര് പറഞ്ഞ ആൾക്കാർ മാത്രമേ ഇത് കഴിക്കലുള്ളൂ. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. ഇനി എന്തോന്ന് മണ്ടത്തരാണ് സുജാത പറയുന്നത്? സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. അങ്ങനെ ഷവർമ്മനെ നമ്മുടെ ദേശീയ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒന്നുകൂടെ തെളിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ ആ ഉറങ്ങിക്കിടക്കുന്ന ടീംസ് ഒക്കെ ഉണ്ടല്ലോ, ഓരൊക്കെ അങ്ങോട്ട് ഓണായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കും. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തോ ചെയ്യുമെന്ന് പറ ചേട്ടാ, ഇത് എന്താ ഏർപ്പാടാ? അതെ, പക്ഷെ അത് കരിച്ചും പൊരിച്ചൊന്നും ചെയ്യാണ്ട് പച്ചക്ക് അങ്ങോട്ട് തിന്നാൻ പറ്റുമോ? ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ആരോഗ്യത്തിന് വളരെ നല്ലതാ. ഈ അറബികളുണ്ടല്ലോ, അവർ ഇതാ കഴിക്കുന്നത്. അതെ, ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. അതെന്താ, പകലാരും ഒന്നും തിന്നലില്ലേ? രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ. നാറ്റോ എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുമല്ലോ. ഞാൻ പറയുന്നത് സാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സാമി ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? ഇപ്പൊ ഷവർമ്മയുടെ പേര് മാറ്റിയതുപോലെ മധുസാറ് മറ്റൊരു ഭക്ഷണത്തിന്റെ പേര് മാറ്റുന്നത് വരെ ഹോട്ടൽ ഉടമകളൊക്കെ